കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ഹാസൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പ്രത്യേക അന്വേഷണ സംഘം. JDS നേതാവും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രാജ്യം വിട്ടെന്നാണ് വിവരം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അരുൺ പൂപ്പറമ്പ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ഹാസൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി പ്രജ്വൽ രേവണ്ണയ്ക്കും അതോടൊപ്പം തന്നെ പിതാവ് HD രേവണ്ണയ്ക്കും അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആ നോട്ടീസിന് മറുപടിയായി 7 ദിവസം സാവകാശമാണ് ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ തേടിയത്. ഇത് ഇത്തരത്തിൽ സാവകാശം തേടി ഇത് നീട്ടി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്ന ഒരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കർശന നടപടിയിലേക്ക് പോകാം എന്ന ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടുത്ത നടപടി എന്നോണം ലുക്കൌട്ട് സർക്കുലർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് എത്തിയാൽ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി ഈ സർക്കുലർ പുറത്തിറക്കിയതിലൂടെ സാധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പ്രജ്വൽ രേവണ്ണ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം നാട്ടിലേക്ക് വരുക എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. സ്വാഭാവികമായും അത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. 7 ദിവസത്തെ സാവകാശം തേടിയിരുന്നു. അത് അംഗീകരിക്കാനും അന്വേഷണ സംഘം തയ്യാറായില്ല. അതിന് അടുത്ത നടപടി എന്നോണമാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി ഉള്ളത്. പ്രജ്വൽ രേവണ്ണയെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുക അല്ലെങ്കിൽ കർണാടകയിൽ എത്തിക്കുക എന്നൊരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായും നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് ഈ തെളിവ് ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ പ്രജ്വൽ രേവണ്ണയുടെ ഫോൺ കണ്ടെത്തുക, അതിലെ തെളിവ് ശേഖരിക്കുക എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. സ്വാഭാവികമായും പ്രജ്വലിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് കസ്റ്റഡിയിലെടുത്ത് ആ തെളിവുകൾ ശേഖരിക്കുക, ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നാൽ 7 ദിവസം സാവകാശം ചോദിച്ച് ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പ്രജ്വലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത നടപടി എന്നോണം ഈ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ കൂടി പുറത്തിറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രജ്വൽ നാട്ടിലേക്ക് എത്തിയാൽ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.